ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ വർഷേനെയും അതുപോലെ ശ്രീകാന്തിനെയാണ്. അങ്ങനെ ശ്രീകാന്തിനോട് ഒരു താങ്ക്സ് ഒക്കെ പറയുകയാണ് കേട്ടോ. എന്നിട്ട് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് ഫോണൊക്കെ കട്ട് ചെയ്തു. ഫോണൊക്കെ കട്ട് ചെയ്തിട്ട് നിൽക്കുന്ന ആ ഒരു ഭാഗമാണ് നമ്മൾ ലാസ്റ്റായിട്ട് കണ്ടത്. അപ്പം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ആദ്യത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ പാറൂട്ടിയമ്മയും അച്ഛമ്മയാണ്. അപ്പോൾ ഭക്ഷണമൊക്കെ വിളമ്പി വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചു വന്നല്ലോ. സച്ചു വന്നപ്പോൾ പാറൂട്ടിയമ്മ പറഞ്ഞു, എൻ്റെ പൊന്നു കലാവതി അമ്മേ, അവരോട് വന്ന് ഭക്ഷണം കഴിക്കാൻ പറയാൻ പറഞ്ഞു. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ കലാവതി ഏതായാലും ഞാൻ അവരെ വിളിക്കട്ടെ എന്ന് പറഞ്ഞു. ഏതായാലും വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ വന്നപ്പോഴത്തേക്കും ഓടി വന്നിട്ട് നമ്മുടെ സച്ചി വന്നിരുന്നു. അപ്പോഴത്തേക്കും കലാവതി ചോദിച്ചു, എന്താടാ നീ കാണിക്കുന്നു, ഓടി വന്നിട്ടിരിക്കുന്നതെന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും അതെ, ഫസ്റ്റ് സീറ്റ് പിടിച്ചാ, അല്ലെങ്കിൽ അവൾ സീറ്റ് പിടിക്കില്ലേ വന്ന്. ഓഹോ, നീ എന്താ ഇള്ളാപ്പിള്ള വല്ലതും ആണോ ഓടി വന്ന് ഫസ്റ്റ് സീറ്റ് പിടിക്കാൻ എന്നൊക്കെ ചോദിച്ചപ്പം നമ്മുടെ രേവതിയും വന്നു. എന്നിട്ട് അവരിരുന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി ചോദിച്ചു, അച്ഛമ്മേ ഒരു മഴു കിട്ടുമോ എന്നിങ്ങനെ ചോദിച്ചു. എന്തിനാടാ ഈ മഴുവ്? അതേ, വേറെ ഒന്നിനുമല്ല, ആ മുരിങ്ങമരവേ അങ്ങ് വെട്ടാനാ. ഓ എൻ്റെ ഈശ്വര, ഇത് കഴിച്ചു മടുത്തു അച്ഛമ്മേ, ഇതിനൊരു അറുതിയില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ചിരിച്ചു. അപ്പോഴത്തേക്ക് സച്ചി ചോദിച്ചു, നീ എന്തിനാണ് ചിരിക്കുന്നത്? അപ്പം അച്ഛമ്മ പറഞ്ഞു, അതെന്താ അവൾ ചിരിച്ചാൽ അവൾക്ക് എന്താ ചിരിക്കാൻ പറ്റത്തില്ലേ? അവൻ മരം വെട്ടാൻ നടക്കുന്നു. അങ്ങനെയേ മരം വെട്ടാൻ പാടില്ല. പാവം മുരിങ്ങമരം, അതെന്താ പഴിച്ച അച്ഛമ്മേ, അതിനെ ഇങ്ങനെ വെട്ടി നശിപ്പിക്കാൻ? അങ്ങനെ പറ മോളെ, ഒരു മരമായാൽ പൂക്കും കായ്ക്കും. മനുഷ്യരുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാ. കാലാകാലം നടക്കേണ്ട കാര്യങ്ങളൊക്കെ നടക്കണം. കുഞ്ഞു കുട്ടികളും ഉണ്ടാകണം. അതെ, പ്രകൃതിയുടെ നിയമമാണ്. പിന്നെ വല്ലാത്തൊരു പ്രകൃതി തന്നെ. ഇങ്ങനെയുള്ള നിയമങ്ങളൊന്നും ഉണ്ടാക്കാൻ പാടില്ല. അച്ഛമ്മേ, എൻ്റെ പൊന്നച്ഛമ്മേ, ഞാനൊരു കാര്യം പറയട്ടെ, സന്യാസിമാർക്ക് കുഞ്ഞുങ്ങളുണ്ടാവുമോ? അവർ നിയമങ്ങൾ തെറ്റിച്ചല്ലോ, എന്നിട്ടെന്താ അവർക്ക് ശിക്ഷ കിട്ടാത്തത്? പിന്നെ അവർ കല്യാണം കഴിച്ചിട്ടില്ല. അവർ കല്യാണം കഴിക്കാത്തതുകൊണ്ട് അവർക്ക് കുട്ടികളുണ്ടായില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയുക, നീ നിൻ്റെ കെട്ടിയോളുടെ കണ്ണുകളിലേക്കൊന്ന് നോക്കിക്കേ. അവളുടെ മനസ്സിൽ ആഗ്രഹങ്ങൾ ആ കണ്ണിലുണ്ട്. ആ കണ്ണിലേക്ക് നോക്കുമ്പോൾ അത് മനസ്സിലാകും എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ സച്ചി. അപ്പോഴത്തേക്ക് രേവതി ഇങ്ങനെ നാണമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ചിരിച്ചാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി ഇങ്ങനെ ഒന്ന് നോക്കി. അപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, എടാ, കല്യാണം കഴിക്കാതെ സാമയായിട്ട് കഴിയുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ കല്യാണം കഴിച്ചിട്ട് സാമയായിട്ട് കഴിയുന്നത് അത് വലിയ കുഴപ്പം തന്നെയാണ്. പിന്നെ ഞാനതിനെ ആഗ്രഹിച്ചിട്ട് വല്ലതും കിട്ടിയതാണോ? എല്ലാവരും കൂടി ഇവളെ എടുത്ത് എൻ്റെ തലയിലിട്ടതല്ലേ? വേണ്ട, കണ്ടോ അച്ഛമ്മേ, കണ്ടോ പറയുന്നത്? ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പറയരുതെന്ന്, എപ്പോഴും ഇങ്ങനെ പറയൂ അച്ഛമ്മ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ അച്ഛമ്മ ചെന്നിട്ട്, എടാ ഇനി നീ പറയൂടാന്നും പറഞ്ഞ് ആ ചെവിയിൽ അങ്ങോട്ട് പിടിച്ചങ്ങ് പൊന്നാക്കുക. അയ്യോ അച്ഛമ്മേ വീട്, അച്ഛമ്മേ വേദന എടുക്കുന്ന അച്ഛമ്മേ എന്ന് പറഞ്ഞ് കാറി. അപ്പോഴത്തേക്ക് നമ്മുടെ അച്ഛമ്മ പറഞ്ഞു, അതെ, നീ എന്തൊക്കെയോ പുണ്യം ചെയ്തിട്ടാ ഇവളെ കിട്ടിയത്. നിനക്ക് കിട്ടിയ നിധിയാ ഇവള്. അച്ഛമ്മ എന്താ പറയുന്നത്? ഇവള് മണ്ണിൽ നിന്ന് കുഴിച്ചെടുത്തതാണോ? അച്ഛമ്മേ കണ്ടോ അച്ഛമ്മ എന്തൊക്കെയാ പറയുന്നതെന്ന്? എൻ്റെ പൊന്നു സച്ചി, നിന്റെ വാ അടക്കി വെച്ചോ. നിന്റെ വണ്ടി നിർത്താനായിട്ട് നീ എന്തിലോ ചവിട്ടാറില്ലേ, അതിൻ്റെ പേരെന്താ? ബ്രേക്ക്. നിന്റെ ജീവിതത്തിലെ അതാ ഇവള്. അത് നീ ഓർത്തോ. എന്നിട്ട് വേണം പറയാൻ. ഇവളില്ലെങ്കിൽ നീ ചെന്ന് വല്ല മതിലിലോ മരത്തിലോ ഇടിക്കും. അത് നീ ഓർത്തോ. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവളെ ചവിട്ടണോ അല്ലേ? ചവിട്ടിയത് തന്നെ. ഇവളുടെ മേത്ത് തൊട്ടാലുണ്ടല്ലോ ഞാൻ നിൻ്റെ എല്ലൊടിക്കും എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും പെട്ടെന്ന്, അപ്പം ഞാൻ ഇവളുടെ മേത്ത് തൊടാൻ പാടില്ലേ? അപ്പം പിന്നെ എന്തിനാ ശാന്തി മുഹൂർത്തം? ഓ എൻ്റെ ഈശ്വര, ഇവനെ കൊണ്ട് ഞാൻ എന്താ ചെയ്യുക? എടാ, ഭാര്യനെ തല്ലുന്നത് നല്ല പുരുഷനല്ല, നല്ല മനുഷ്യനല്ല. അതാ ഞാൻ ഉദ്ദേശിച്ചത്. ഇവനൊരു മന്ദബുദ്ധിയായി പോയല്ലോ, ഇവനെ ഞാൻ എന്താ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. ഏതായാലും അച്ഛമ്മ പറഞ്ഞു, നിർത്ത്, മതി, നീ കഴിക്കാൻ നോക്കാൻ പറഞ്ഞു. ഏതായാലും നമ്മുടെ അച്ഛമ്മ പറഞ്ഞു. പിന്നെ അങ്ങോട്ട് കഴിക്കാനും അങ്ങ് തുടങ്ങി കേട്ടോ നമ്മുടെ സച്ചി. അങ്ങനെ നമ്മുടെ സച്ചി മുരിങ്ങക്കോലൊക്കെ ഇങ്ങനെ കടിച്ചു വലിക്കുന്ന രേവതി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക. അങ്ങനെ രേവതി ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പം, എന്താ നോക്കുന്നത്? കഴിക്കടി, എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും രേവതി, ഒന്നുമില്ല, ഞാൻ കഴിക്കാൻ പോവാന്ന് പറഞ്ഞ് കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ നമ്മുടെ അച്ഛമ്മ കിടന്നുറങ്ങുമ്പോഴത്തേക്കും നമ്മുടെ സച്ചി പതിയെ ഇങ്ങനെ ചെല്ലുകയാണ് കേട്ടോ. അവിടെ നിന്ന് എന്തോ മുങ്ങാനാണ് പ്ലാനെന്ന് തോന്നുന്നു. അങ്ങനെ അച്ഛമ്മയുടെ മുഖത്തേക്കൊക്കെ ഇങ്ങനെ കൈയൊക്കെ ഒന്ന് വീശി നോക്കി. അച്ഛമ്മ നല്ല ഉറക്കമാണ്. അപ്പോഴത്തേക്കും പതിയെ അങ്ങ് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും, നിൽക്കണം അവിടെ, എന്താടാ എന്ന് ചോദിച്ചപ്പം, അല്ല അച്ഛമ്മ എന്താ ഉറങ്ങിയില്ലേ?
അല്ല ഇതെന്താ ഇവിടെ സ്വീറ്റ്സ് ഒക്കെ ഇരിക്കുന്നത്? എടാ നിനക്കൊന്നും അറിയില്ലല്ലേ, പാവം. എന്തിനാ അച്ഛമ്മ ഇതൊക്കെ വാങ്ങിച്ച് ചുമ്മാ പൈസ കളയുന്നത്? അതെ, ഇത് അധിക ചെലവൊന്നുമല്ല. മധുരമില്ലാതെ എന്ത്, അതൊന്ന് നീ ചിന്തിച്ച് നോക്ക്. എങ്കിൽ പിന്നെ അച്ഛമ്മ ഉറങ്ങിക്കോ, ഞാനൊന്ന് പുറത്ത് പോയി കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു. നിൽക്കടാ അവിടെ. നിന്നോട് ആരാ പുറത്ത് പോകാൻ പറഞ്ഞത്? പുറത്ത് പോകരുതെന്ന് നിന്നോട് പറഞ്ഞതല്ലേ? നീ മുഹൂർത്തം കുറിച്ചത് മറന്നോ? ഇതൊക്കെ ആരാണാവോ കണ്ടുപിടിച്ചത്? അച്ഛമ്മ ഒന്ന് പറഞ്ഞാൽ മനസ്സിലാകില്ലേ അച്ഛമ്മയ്ക്ക് എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി വന്നപ്പോൾ, ദേ നീ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത്. ഞാൻ എന്ത് ചെയ്തു എന്നാ ഈ പറയുന്നത്? നീ എന്ത് ചെയ്തു? മര്യാദയ്ക്ക് അവിടെ ഇരുന്നോ. അച്ഛമ്മ പ്ലീസ് അച്ഛമ്മ, എൻ്റെ കൂടെ പഠിച്ച ഉദയം വന്നിട്ടുണ്ട്, അവൻ ഗൾഫിൽ നിന്ന് വന്നതാ. ഞാനൊന്ന് അവനെ പോയി കണ്ടോട്ടെ, ഒത്തിരി നാളായി കണ്ടിട്ട്. അച്ഛമ്മ പ്ലീസ് അച്ഛമ്മ. അപ്പോഴത്തേക്കും പിന്നെ ഉദയനെ ഇന്നൊന്നും മടങ്ങിപ്പോവുമല്ലോ, അവന് കുറച്ച് ദിവസം കാണില്ല ഇവിടെ, പിന്നെ എന്താ? അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി അവിടെ നിൽക്കുക. അപ്പോഴത്തേക്ക് സച്ചു പറഞ്ഞു, പ്ലീസ് രേവതി ഒന്ന് അച്ഛമ്മയോട് പറയാൻ പറഞ്ഞപ്പോഴത്തേക്ക് രേവതി കയറി പോകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ആ സാരിത്തുമ്പിൽ അങ്ങോട്ട് കയറി അങ്ങ് പിടിച്ചു നമ്മുടെ സച്ചി. എന്നിട്ട് ഇങ്ങനെ കറക്കിയിട്ടോ, സാരിത്തുമ്പൊക്കെ ഇട്ട് ഇങ്ങനെ കറക്കിയിട്ട്, അതെ പ്ലീസ് അച്ഛമ്മയോട് ഒന്ന് പറയുമോ, ഒന്ന് പറ പ്ലീസ്, ഞാനൊന്ന് പൊക്കോട്ടെ എന്നിങ്ങനെ താഴ്മയുടെ സ്വരത്തിൽ ഇങ്ങനെ പ്ലീസ് രേവതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചോദിച്ചു കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതിക്ക് തന്നെ ഒരു രസം തോന്നി ഇത് കേട്ടപ്പോൾ, നമുക്കൊരു രസം തോന്നി ഇത് കാണുമ്പം. അച്ഛമ്മ ഇത് കണ്ടു നിന്ന് ആസ്വദിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും വീണ്ടും സച്ചി പറഞ്ഞു, പ്ലീസ് ഞാൻ അടുത്ത് തന്നെയല്ലേ പോകുന്നത്, ഞാനിങ്ങ് പെട്ടെന്ന് വരും രേവതി, ഒന്ന് പൊക്കോട്ടെ രേവതി എന്നിങ്ങനെ ചോദിച്ചു. അപ്പോഴത്തേക്കും രേവതി ഒന്നും മിണ്ടിയില്ല. നീ പറഞ്ഞ അച്ഛമ്മ കേൾക്കും, ഞാൻ പുറത്ത് പൊക്കോട്ടെ രേവതി, ഒന്ന് പറ അച്ഛമ്മയോട് പ്ലീസ് എന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും എങ്കിൽ പിന്നെ പൊക്കോ, കുഴപ്പമില്ല അച്ഛമ്മ, പാവമല്ലേ അച്ഛമ്മ, പൊക്കോട്ടെ അച്ഛമ്മ എന്ന് രേവതിയും പറഞ്ഞു. അപ്പോഴത്തേക്കും അച്ഛമ്മ ശരി, അവൻ്റെ കെട്ടിയോളായ നീ സമ്മതിച്ചപ്പോൾ പിന്നെ ഞാൻ എന്ത് പറയാനാ? ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ. അതും കൊണ്ട് പോകുമോ വരുമോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും അച്ഛമ്മ പറഞ്ഞു, പോകുന്നതൊക്കെ കൊള്ളാം, പറഞ്ഞല്ലോ 6 മണിക്ക് മുമ്പ് ഈ വീട്ടിലെത്തിയേക്കണം. 1 മിനിറ്റ് വൈകിട്ടുണ്ടല്ലേ, ദേ ഞാൻ അവിടെ എത്തും. ശരി അച്ഛമ്മേ, ഞാൻ എത്തിക്കോളാം, ഉറപ്പ്, പ്രോമിസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സച്ചി അങ്ങ് പോയിട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ഇങ്ങനെ നിൽക്കുക. അപ്പം അച്ഛമ്മ പറഞ്ഞു, കണ്ടല്ലോ നിന്നോട് സമ്മതം വാങ്ങിയിട്ട് അവൻ പോയത്. ദേ മോളൊന്ന് ശ്രമിച്ചാൽ ദേ ഈ കൈക്കുള്ളിൽ അവൻ വരും, അത്രേ ഉള്ളൂന്നേ അവന്. അങ്ങനെയാ എല്ലാ ചെക്കന്മാരും, മോള് വേണം വളച്ചെടുക്കാൻ എന്നൊക്കെ പറഞ്ഞു. ഏതായാലും നമ്മുടെ രേവതി അതൊക്കെ ആസ്വദിച്ച് തന്നെയാണ് ഇരിക്കുന്നത്. കാരണം ചോദിച്ചിട്ടൊക്കെ പോവാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. രേവതിക്ക് വലിയൊരു സന്തോഷമായിട്ടോ. അങ്ങനെ രേവതി നിൽക്കുന്നു. പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാൽ നമ്മുടെ വർഷേനെയാണ്. അപ്പോൾ വർഷ ശ്രീകാന്തിനെ കാണാൻ വേണ്ടി റെസ്റ്റോറൻറ്റിൽ എത്തുന്ന ഒരു സീനാണ് കേട്ടോ. അങ്ങനെ റെസ്റ്റോറൻറ്റിൽ വന്നു കഴിഞ്ഞ് അവിടെ ഉള്ളവരോട് ചോദിക്കുക, ശ്രീകാന്ത് എന്നല്ല ചോദിക്കുന്നത്, ഇവിടെ ഒരു ഷെഫ് ഉണ്ടല്ലോ, ആ ഷെഫ് എന്ത് ചെയ്യുക? ആ ഷെഫിനെ എനിക്കൊന്ന് കാണുമായിരുന്നു, സ്പെഷ്യലായിട്ട് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്നതാണ്, വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുന്ന ആളാണെന്നൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും ഇത് നമ്മുടെ ശ്രീകാന്ത് കാണുന്നുമുണ്ട്. അപ്പോഴത്തേക്കും ചോദിച്ച ആൾ ചോദിച്ചു, അല്ല പേര് പറയാമോ? ഇവിടെ കുറേ ഷെഫുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് അധികമായിട്ടില്ല, വെറൈറ്റി ഡിഷൊക്കെ ആളുണ്ടാക്കും. ശ്രീകാന്തിനെ ആയിരിക്കും നിങ്ങൾ ഉദ്ദേശിച്ചത്. അയാളുണ്ടാക്കാത്ത ഐറ്റംസ് ഒന്നുമില്ല. ശ്രീകാന്ത്, കൊള്ളാലോ പേര്. എങ്കിൽ പിന്നെ ശ്രീകാന്ത് തന്നെ ആയിരിക്കും എന്നിങ്ങനെ നമ്മുടെ വർഷ പറഞ്ഞു കേട്ടോ. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ശ്രീകാന്ത് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് നമ്മുടെ വർഷ കാണുന്നില്ല കേട്ടോ. അപ്പോഴത്തേക്കും ശ്രീകാന്ത് പേടിച്ചിരിക്കുക, എൻ്റെ ഈശ്വര ഇനി എന്ത് ചെയ്യും, ഈ പെണ്ണ് ഇങ്ങോട്ടേക്ക് കയറി വന്നല്ലോ എന്ന അർത്ഥത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും പെട്ടെന്ന് ശ്രീകാന്തിനെ കണ്ടിട്ട് അയാൾ ദേ ശ്രീകാന്ത് എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഈ വർഷ അങ്ങോട്ടേക്ക് പോയിട്ടോ. നമ്മുടെ ശ്രീകാന്ത് തിരിഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ വർഷയ്ക്ക് പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ കാണാൻ പറ്റിയില്ല ശ്രീകാന്തിനെ. അങ്ങനെ ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് നമ്മുടെ വർഷ ചെന്നു. എന്നിട്ട്, ഹായ് ഷെഫ്, ശ്രീകാന്ത് നല്ല പേര്. അല്ല എന്നെ മനസ്സിലായോ? ഞാൻ നിങ്ങളുടെ ഫേവറേറ്റ് കസ്റ്റമറാ, നിങ്ങളെ കാണാൻ വേണ്ടി ഞാൻ വന്നത് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും തിരിഞ്ഞു നോക്കുന്നില്ല കേട്ടോ. അപ്പോൾ വർഷം ചോദിച്ചു, ഇതെന്താ ചെവി കേട്ടൂടെ? പുറകിൽ നിന്നൊരാൾ ഇത്രയൊക്കെ വന്ന് പറഞ്ഞിട്ടും എന്താ കേട്ട ഭാവം നടിക്കാത്തത്? ഒന്ന് തിരിഞ്ഞേന്നേ, ഞാൻ ആ മുഖം ഒന്ന് കണ്ടോട്ടെ, അതിനു വേണ്ടിയല്ലേ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് ഇനി തിരിഞ്ഞില്ലെങ്കിൽ കുഴപ്പമാവുമെന്ന് മനസ്സിലായി. അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് പതുക്കെ അങ്ങ് തിരിഞ്ഞത് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വർഷം ഞെട്ടിപ്പോയിട്ടോ. വർഷം ഓടി വന്നിട്ട്,
ഈ ഫ്രോഡ് എന്താ ഇവിടെ? നീ എന്താ ഇവിടെ? ഞാൻ ഷെഫ് ശ്രീകാന്ത് എന്ന് കരുതിയ സംസാരിച്ചത്. നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? ദേ, എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് നിനക്ക് വേണ്ടവോളം കിട്ടിയില്ലേ? നീ അടുത്തൊന്നും എഴുന്നേക്കില്ലെന്നാ ഞാൻ കരുതിയത്. ഞാൻ ഇവിടെ വന്നെന്ന് അറിഞ്ഞിട്ട് നീ എന്നെ ഫോളോ ചെയ്ത് വന്നതാണല്ലേ? നിനക്ക് കിട്ടിയതൊന്നും മതിയായില്ലേ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോഴത്തേക്കും ശ്രീകാന്ത് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് പതിയെ നമ്മുടെ ശ്രീകാന്ത് അങ്ങ് മാറി പോകാൻ തുടങ്ങി കേട്ടോ. പോകാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾ എങ്ങോട്ട് പോകാമെന്ന് ചോദിച്ചു. അല്ല, കുറച്ച് വെള്ളം എടുക്കാൻ വേണ്ടി. ഞാൻ വെള്ളം എടുക്കാൻ വന്ന. ഈ വെള്ളം ഒന്ന് കുടിക്കാൻ പറഞ്ഞു, ഒന്ന് കൂളാവട്ടെ എന്ന് പറഞ്ഞു. ദേ, താൻ തന്നെ അങ്ങോട്ട് വെള്ളം കുടിച്ചാൽ മതി, എന്നെ കൂടുതൽ വെള്ളം കുടിപ്പിക്കണ്ട കേട്ടോ. ഞാൻ ശ്രീകാന്തിനെ വിളിക്കട്ടെ, നിന്നെ അവൻ കൈകാര്യം ചെയ്തോളും. ശ്രീകാന്തേ എന്ന് വിളിച്ചുകൊണ്ട് അവിടെ ഇവിടെ നടക്കുക നമ്മുടെ വർഷ. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, ദേ, ഈ ഷെഫിൻ്റെ വേഷം കണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ലേ ഞാൻ ആരാണെന്ന്? ദേ, നീ കാണാൻ വന്ന ഷെഫ് ഞാനാ, ശ്രീകാന്ത്. നീയോ റാസ്കൽ? അപ്പം നീ എന്നെ കളിപ്പിക്കുകയായിരുന്നല്ലേ? നീ എന്നെ പറ്റിക്കുകയായിരുന്നല്ലേ? എന്നെ വിളിക്കുന്ന കസ്റ്റമർ നീയാണെന്ന് അറിഞ്ഞത് ഞാൻ ഈയിടെയാ. അപ്പം നീ അടി കിട്ടിയ ഫോട്ടോ അയച്ചതോ? അതൊക്കെ ഒരു ഡ്രാമയായിരുന്നു. എന്താ നിന്നെ ഞാൻ ചെയ്യേണ്ടത്? എനിക്കറിയില്ല. അപ്പം നീ എന്നെ പറ്റിച്ചല്ലേ? നീ എന്നെ കബളിപ്പിക്കുകയായിരുന്നല്ലേ? നീ ഈ ലോകത്തിലെ ഏറ്റവും വലിയ വൃത്തികെട്ടവനാ. എടോ, എന്തിനാ എന്നോട് ഈ വെറുപ്പ്? നീ ചെയ്ത ചില തെറ്റ് അത് ഞാൻ ചൂണ്ടിക്കാട്ടി. ദേ, അത് വിട്. അടിക്കിട്ട് മുറിവൊക്കെ പറ്റിയതുപോലെ നീ എനിക്ക് ഫോട്ടോ അയച്ചു തന്നില്ലേ? എന്നിട്ട് നീ എന്നെ പറ്റിച്ചില്ലേ? അല്ല, ആ ഫോട്ടോ കണ്ടപ്പോൾ നീ പറ്റിച്ചില്ലേ? അതിനുവേണ്ടി ഞാനത് ചെയ്തത്. ദേ, എന്ത് പറഞ്ഞാലും എനിക്കൊന്നും കേൾക്കണ്ട. എൻ്റെ പൊന്ന് കൊച്ചെ, നീ പറയുന്നത് കേൾക്ക്. മറ്റുള്ളവരുടെ സന്തോഷമല്ലേ നമുക്ക് വലുത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ഡ്രാമ ചെയ്തിട്ട് ഫോട്ടോ അയച്ചത്. ദേ, നീ എന്താ തമാശ കളിക്കുകയാണോ? നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഞാൻ ആരാണെന്നേ നിനക്കറിയില്ല. നിന്റെ കഷ്ടകാലം ഇവിടെ തുടങ്ങുന്നതേ ഉള്ളൂ. നിന്നെ കൊണ്ട് ഞാൻ അനുഭവിപ്പിക്കും. ദേ, നീ കണ്ടോ? നീ നോക്കിക്കോ. ഇനി മുതൽ നിന്റെ കഷ്ടകാലം ആയിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷ അങ്ങ് ഇറങ്ങിപ്പോയിട്ടോ. ശ്രീകാന്ത് ദേ പോകരുതെന്നൊക്കെ പറഞ്ഞിട്ടൊന്നും കേട്ടില്ല. വർഷ ദേഷ്യം വന്നിട്ട് അങ്ങ് ഇറങ്ങിപ്പോയി. പിന്നെ കാണിക്കുന്ന സീന് നമ്മുടെ അച്ചമ്മേനെയാണ്. അപ്പം പാറൂട്ടിയമ്മ കുറേ കൂട്ടുകാരിനെ വിളിച്ചുകൊണ്ട് വരിക. അതേ കലാവതി അമ്മ എല്ലാവരും വന്നു എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും വന്നവരൊക്കെ ചോദിച്ചു, അല്ല കലാവതി അമ്മയെ പുതുപ്പെണ്ണിനെ കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ പാറൂട്ടിയമ്മ പറഞ്ഞു, പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് 3 മാസമായി, എന്നിട്ടല്ലേ പുതുപ്പെണ്ണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവൾ ഞങ്ങൾക്ക് പുതുപ്പെണ്ണ് തന്നെയാണ് എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ രേവതി വരികയാണ് കേട്ടോ. അപ്പോൾ രേവതി വരുന്നത് കണ്ടതും ദേ മഹാലക്ഷ്മി വരുന്ന പോലെയാണ് വരുന്നത്, കണ്ടില്ലേ ഞങ്ങളുടെ രേവതി കുഞ്ഞ് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അവർ വന്നു കേട്ടോ. അവർ കണ്ടു കേട്ടോ രേവതിനെ. എന്നിട്ട് അവർ പറഞ്ഞു, ദേ സുന്ദരി കുട്ടിയാട്ടോ, നാണമൊന്നും വേണ്ട കേട്ടോ, ഏതായാലും നമുക്ക് ശാന്തി മുഹൂർത്തം അടിച്ചു പൊളിക്കണം എന്നിങ്ങനെ പറഞ്ഞപ്പം കലാവതി അമ്മ പറഞ്ഞു, അതെ, അവളെ നിന്ന് കണ്ണ് വെക്കാതെ നിങ്ങളൊരു കാര്യം ചെയ്യ്, അവിടെ പോയി ശാന്തി മുഹൂർത്തത്തിൻ്റെ റൂമൊക്കെ ശരിയാക്കുക, അത് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ ശരിയാക്കണം എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്കും അവരങ്ങോട്ടേക്ക് പോയി. അപ്പോഴത്തേക്ക് നമ്മുടെ അച്ചമ്മയോട് രേവതി പറഞ്ഞു, എന്താ അച്ചമ്മ ഇത്? എന്തിനാ അച്ചമ്മ ഇങ്ങനെയൊക്കെ ആഡംബരം? എനിക്ക് സത്യത്തിൽ എന്തോ പോലെ തോന്നുക, സത്യത്തിൽ നാണാവുക. അതൊക്കെ വേണം മോളെ, അതാണ് അതിൻ്റെ ഒരു രീതി. മോള് ചെന്ന് കുളിച്ചിട്ട് വാ. അതെ, ഞാൻ രാവിലെ കുളിച്ചിരുന്നു അച്ചമ്മേ. ഇവളുടെ ഒരു കാര്യം. അതെ, ഞാനൊരു കാര്യം പറയട്ടെ, നീ കോതന് പറ്റിയ ചക്കി തന്നെയാ. ചെന്ന് കുളിച്ചിട്ട് വാ പെണ്ണെ, ഇങ്ങനെ പറയാതെ. ഇന്ന് നിന്റെ ശാന്തി മുഹൂർത്തം, അത് മറക്കരുത് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി അങ്ങ് പോയിട്ടോ. അപ്പോഴത്തേക്കും അച്ചമ്മ വലിയ സ്വപ്നത്തോടു കൂടിയൊക്കെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇതേ സമയം കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വർഷ ഒരു സ്കൂട്ടിയിൽ ഇങ്ങ് വരികയാണ്. അപ്പോൾ സ്കൂട്ടിയിൽ ഇങ്ങ് വന്നപ്പോഴത്തേക്കും ഒരു ഫോൺ കോൾ വന്നതും എടുത്തിട്ട് ഹലോ സാർ, എന്താ എന്നെ വിളിച്ചത്? എന്തിനാ ഇപ്പം എന്നെ വിളിച്ചതെന്ന് ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ വേറെ ആരുമല്ല, സ്റ്റുഡിയോയിൽ നിന്നാട്ടോ വിളിച്ചത്. അപ്പോൾ അവിടെ കുറച്ച് വില്ലന്മാരൊക്കെ നിൽപ്പുണ്ട്. വില്ലന്മാരെന്ന് പറഞ്ഞിട്ടുണ്ട് 2 കള്ളന്മാർ നിൽപ്പുണ്ട്. നമ്മുടെ വർഷയുടെ ആഭരണങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടാണ് അവന്മാർ നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അവന്മാർ പതുക്കെ അടുത്തേക്ക് വന്നു കേട്ടോ. അപ്പം കഴുത്തിലെ മാലയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ വർഷയാണെങ്കിൽ സംസാരിക്കുന്നത് ഡബ്ബിങ് ചെയ്യാൻ വേണ്ടി ആരെങ്ങാണ്ട് വിളിക്കുകയാണ്. ഒരു സാറാണ് വിളിക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ വർഷ പറഞ്ഞു, പറ്റില്ല സാറേ, ഞാൻ നാളെ വന്ന് ഡബ് ചെയ്തോളാം, ഒരെണ്ണമല്ലേ ഉള്ളൂ, അത് സാരമില്ല, ഞാൻ നാളെ അഡ്ജസ്റ്റ് ചെയ്തോളാം, താങ്ക് യു സാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തിട്ട് വീണ്ടും അവിടെ നിന്ന് അങ്ങ് പോകാൻ വേണ്ടി തുടങ്ങിയപ്പോഴത്തേക്ക് ഈ വില്ലന്മാർ അങ്ങോട്ടേക്ക് ചെന്നു. ബൈക്കും എടുത്തോണ്ട് പാറി ചെന്നു. ഏതായാലും നമ്മുടെ ശ്രീകാന്ത് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. ബൈക്ക് എടുത്തോണ്ട് പാറി ചെന്ന് മാല പൊട്ടിച്ചോണ്ട് ഓടിയപ്പോഴത്തേക്കും ശ്രീകാന്ത് ഇത് കണ്ടു. ശ്രീകാന്ത് ബൈക്കുമായിട്ട് പുറകെ പോയിട്ട് അവന്മാരുടെ പുറകെ പോയി. ഏതായാലും അവന്മാരെ
പിടിച്ച് നല്ല ഫൈറ്റൊക്കെ ആയി. പിന്നെ അടിച്ചു ശരിപ്പെടുത്തി അവന്മാരെ. എന്നിട്ട് ആ മാല അവന്മാരുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചു. ഒരു വിധത്തിൽ അവന്മാർ അവിടെ നിന്ന് എണീറ്റ് ഓടി കേട്ടോ. അവന്മാർ എണീറ്റ് ഓടി കഴിഞ്ഞപ്പോഴത്തേക്കും മാല മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ശ്രീകാന്ത്. അപ്പോഴേക്കും വർഷം എത്തിയിട്ട് നമ്മുടെ ശ്രീകാന്തിനോട് താങ്ക്സ് ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അല്ല ഹോസ്പിറ്റലിൽ വല്ലതും പോകണം, എന്തെങ്കിലും പറ്റിയോ? ഹേയ് എനിക്കൊന്നും പറ്റിയില്ല, പറ്റിയത് മുഴുവൻ അവന്മാർക്കല്ലേ, അവന്മാർ വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ പൊക്കോളും, അവന്മാരെ അല്ലേ ഇടിച്ച് പഞ്ചറാക്കിയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് ഇങ്ങനെ വലിയ കാര്യത്തിന് നിൽക്കുകയാണ് കേട്ടോ, വലിയ ഹീറോ കളിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ശ്രീകാന്ത് പതുക്കെ ആ ഒരു മാല എടുത്ത് നീട്ടി, നമ്മുടെ വർഷയുടെ കയ്യിലേക്ക് നീട്ടി. ഏതായാലും വർഷ ആ മാല എടുത്ത് നീട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും മേടിച്ചു. മാല മേടിച്ചിട്ട് നമ്മുടെ ശ്രീകാന്തിനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു സീനാണ് ആ ഒരു ലാസ്റ്റ് സീനായിട്ട് കാണിക്കുന്നത് കേട്ടോ. ഏതായാലും ആ ഒരു സീൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ വിശേഷം അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ഏതായാലും ഇതവരുടെ ആ ഒരു പുതിയൊരു ഇതിൻ്റെ തുടക്കം തന്നെയാണ്. നമുക്ക് വർഷയ്ക്ക് ഭയങ്കര ദേഷ്യമാണ് ശ്രീകാന്തിനോട്. പക്ഷേ ആ ഒരു ദേഷ്യമൊക്കെ തീർന്ന് ശ്രീകാന്തുമായിട്ട് കൂട്ടായി ഒന്നിച്ച് മുന്നോട്ടേക്ക് പോകുവാനുള്ള ആ ഒരു എന്താ പറയുക, എന്തെങ്കിലും ഒരു സംഭവം നടക്കുമ്പോഴാണല്ലോ നമുക്ക് ഒരാളോട് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് തോന്നുന്നത്. അങ്ങനെ നമ്മുടെ ശ്രീകാന്തിനോട് എന്തോ വല്ലാത്തൊരു സ്നേഹമായി മാറുകയാണ്. ആ ഒരു വഴക്കൊരു സ്നേഹമായിട്ട് മാറുക തന്നെയാണ്. ആ ഒരു ആപത്ത് സമയത്ത് വന്ന് രക്ഷിച്ചു ശ്രീകാന്ത്. ഏതായാലും പറ്റിയ അവസരം ശ്രീകാന്ത് നല്ലോണം ഇങ്ങോട്ട് ഉപയോഗിക്കുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ഈ ഒരു സീനൊക്കെ കാണിച്ചാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. അറിയാലോ, ഇനി നമുക്ക് തിങ്കളാഴ്ചയാണ് എപ്പിസോഡുള്ളത്. തിങ്കളാഴ്ച മുതൽ 7:30 നമുക്ക് നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും കഥ കിട്ടാൻ പോകുന്നത്. അപ്പോൾ വൈകിട്ട് എല്ലാവരും മറക്കാതെ 7:30 തന്നെ കാണുക. 7 മണിക്കായിരുന്നു. അപ്പം 7 മണിക്ക് പുതിയൊരു കഥയാണ് വരുന്നത്. അപ്പോൾ ആ കഥയൊക്കെ നമുക്ക് പതുക്കെ കണ്ടിട്ട് നല്ലതാണെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് നോക്കാം നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ കഥയും കൊണ്ടുവരുന്നതായിരിക്കും. നമുക്ക് 2-3 ദിവസം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പം കൊണ്ടുവരാൻ പുതിയ കഥയൊക്കെ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവരും മറക്കാതെ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും കഥ കാണുക. ഇത് കഴിയുമ്പോഴത്തേക്ക് ഇനിയിപ്പം വരാൻ പോകുന്നത് നയനിയുടെയും ആദർശിൻ്റെയും കഥയാണ്. അത് മറക്കാതെ എല്ലാവരും കാണുക. നിങ്ങളുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും തുടർന്ന് തന്നെ നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും ലൈക്കിലൂടെയും കമൻറ്റിലൂടെയും ഒക്കെ അറിയിക്കുക. ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് കേട്ടോ. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം വീണ്ടും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ ബൈ ബൈ.